Hello friends, Technique Malayalam വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു എൻട്രി ലെവൽ അല്ലെങ്കിൽ അഫോർഡബിൾ കാറ്റഗറിയിലെ ഒരു പുതിയ സ്മാർട്ട് ഫോണാണ് പോക്കോന്റെ Poco C51. അപ്പോൾ ഇത് അറൗണ്ട് ഒരു 7000 to 8000 അല്ലെങ്കിൽ 8500 ആ പ്രൈസ് കാറ്റഗറിയിലാണ് വരാൻ സാധ്യത. ഇതിന്റെ പ്രൈസ് അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിന്റെ ഒരു വളരെ ക്വിക്കായ ഒരു അൺബോക്സിംഗ് നമുക്ക് ചെയ്യാം. പോക്കോന്റെ Poco C51 എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ പോക്കോ യെല്ലോ കളറുള്ള ഒരു ബോക്സിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബാക്കിൽ മിനിമം സ്പെക്സ് എഴുതിയിട്ടുണ്ട്. ഒരു large 6.52 inches HD resolution display in MediaTek Helio G36 ആണ് പ്രോസസർ. ഫിംഗർപ്രിന്റ് സെൻസർ ഉണ്ട്, 5000 mAh കപ്പാസിറ്റി ബാറ്ററി, 10 watt ചാർജർ ആണ് വരുന്നത്, 8 മെഗാപിക്സൽ ഡ്യുവൽ റിയർ ക്യാമറ വിത്ത് പോർട്രേറ്റ് മോഡ്, പിന്നെ അപ് ടു 7 GB റാം, അതായത് വെർച്വൽ റാം ആണ്, എക്സ്പാൻഡബിൾ റാം ആണ്. ഇത് ആക്ച്വലി വരുന്നത് 4 GB റാം ആണ്, 64 GB സ്റ്റോറേജ്, ഡെഡിക്കേറ്റഡ് SD കാർഡ് സപ്പോർട്ട് ഉണ്ട്, USB OTG സപ്പോർട്ട് ഉണ്ട്, അതേപോലെ 5 മെഗാപിക്സൽ ക്യാമറ, പിന്നെ വോയിസ് ഓവർ വൈഫൈ വരുന്നുണ്ട്, പിന്നെ പ്രീമിയം ലെതർ ലൈക്ക് ടെക്സ്ചറാണ്, സ്പ്ലാഷ് റെസിസ്റ്റൻറ്റ്, അതായത് IP52 റേറ്റിംഗും ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് അൺബോക്സ് ചെയ്യാം, എന്നിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ നമുക്ക് ബോക്സ് പെട്ടെന്ന് തന്നെ ഒന്ന് തുറക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ബ്ലൂ കളറാണ് കേട്ടോ. 4 GB 64 GB വേരിയൻറ്റ്. നമുക്ക് ഫോണൊന്ന് മാറ്റി വയ്ക്കാം. ബാക്കി എന്തൊക്കെ വരും നമുക്ക് നോക്കാം. ഒരു ചാർജറാണ്. ചാർജറിൽ തന്നെ നമുക്ക് ഒരു ഡിസപ്പോയിൻറ്റിങ് ആസ്പെക്റ്റ് കാണാം. മൈക്രോ USB ആണ്. അതായത് 2023 മൈക്രോ USB ഡെഫിനറ്റ്ലി നോട്ട് അക്സെപ്റ്റബിൾ എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു ചേഞ്ച് ഡെഫിനറ്റ്ലി കാണേണ്ടതാണ്. ഇപ്പോൾ മൈക്രോ USB ഒരു വാലിഡിറ്റി ഇല്ല 2023. അപ്പോൾ ഇതാണ് 10 watt ചാർജർ. അപ്പോൾ ഇത് കണ്ടില്ലേ, 10 watt USB ടൈപ്പ് A to മൈക്രോ USB ആണ് വരുന്നത്. അപ്പോൾ ഇത്രയും ബോക്സിനകത്ത് വരുന്നുള്ളൂ, കേസൊന്നും ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ നമുക്കിതെല്ലാം മാറ്റി ഫോണൊന്ന് നോക്കാം. അപ്പോൾ ഫോൺ ബൂട്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ ബാക്കി ഹാർഡ്വെയറും ഡിസൈനും ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്കിവിടെ റിയർ ഡ്യുവൽ ക്യാമറയാണ്, 8 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറ, ഒരു ഡെപ്ത് സെൻസറാണ്, പിന്നെ ഇവിടെ ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഉണ്ട്, അതേപോലെ LED ഫ്ലാഷും കാണാം. ഇവിടെ നമുക്ക് നല്ലൊരു ലെതർ കൈൻഡ് ഓഫ് ഫിനിഷാണ്. ഇത് ലെതർ അല്ല ആക്ച്വലി, എങ്കിലും ഒരു ലെതർ കൈൻഡ് ഓഫ് ഫിനിഷാണ് വരുന്നത്. അതൊരു പോളികാർബണേറ്റ് മെറ്റീരിയൽ, നല്ലൊരു ഫിനിഷിന് നല്ല ഗ്രിപ്പും കിട്ടുന്ന ഒരു ഡിവൈസാണ്. പിന്നെ സൈഡിൽ നമുക്ക് പവർ ആൻഡ് വോളിയം കീസാണ് വരുന്നത്. ഇവിടെ നമുക്ക് സിം ട്രേ ആണ്, ഇത് ഡെഡിക്കേറ്റഡ് SD കാർഡ് സപ്പോർട്ട് ചെയ്യും. ഇവിടെ നമുക്ക് ഒരു സ്പീക്കർ യൂണിറ്റ് ആണ്. താഴെ USB ടൈപ്സ് മൈക്രോ USB പോർട്ടും 3.5mm ഓഡിയോ ജാക്കാണ് വരുന്നത്. മൈക്രോ USB ആണ് ഡെഫിനറ്റ്ലി ഒരു ബിഗ് ഡൗൺ സൈഡ് എന്ന് പറയാവുന്നത്. കാരണം ഇപ്പോൾ എല്ലാ ഡിവൈസസും ടൈപ്പ് സിയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഇത് 1-2 ഡിവൈസസ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ മൈക്രോ USB. അതാണ് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടത്. ബാക്കി എനിക്ക് തോന്നുന്നു ഡിസൈൻ കുഴപ്പമില്ല, നല്ലൊരു ഇൻഹാൻഡ് ഫീൽ ഉണ്ട്, കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് വരുന്നത് ഡിസൈൻ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ. നമുക്കിതൊന്ന് ബൂട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ ഇതിനകത്ത് മീഡിയാടെക്കിൻ്റെ ഹീലിയോ G36 പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 4 GB റാമും 64 GB സ്റ്റോറേജും, പിന്നെ സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ SD കാർഡ് സപ്പോർട്ട് ഉണ്ട്, അതുകൊണ്ട് തന്നെ സ്റ്റോറേജ് എക്സ്പാൻഡും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വളരെ ക്വിക്കായിട്ട് ഇതൊന്ന് സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് 6.52 inches ഡിസ്പ്ലേ, ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് വരുന്നത്, അത് ഒബ്വിയസ് ആണ്. പിന്നെ സൈഡ് ബെസൽസ് വലിയ കുഴപ്പമില്ല, താഴത്തെ ബെസൽസ് കുറച്ച് അധികം തന്നെയുണ്ട്, എങ്കിലും ഇതൊരു ബഡ്ജറ്റ് സെഗ്മെൻറ്റ് ഡിവൈസാണ്. അപ്പോൾ നമുക്ക് ഒരുപാടൊന്നും എക്സ്പെക്റ്റേഷൻ വയ്ക്കാൻ പറ്റില്ല. പിന്നെ ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കൊന്ന് കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ, സ്റ്റാൻഡേർഡ് 60 Hz റിഫ്രഷ് റേറ്റ് ആണ് കണ്ടില്ലേ. അത്യാവശ്യം നല്ല കളേഴ്സും കുഴപ്പമില്ലാത്ത ഒരു ബഡ്ജറ്റ് ഡിവൈസിന് വേണ്ട ഒരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ടച്ച് റെസ്പോൺസ് അത്യാവശ്യം നല്ലതാണ്, നല്ല റെസ്പോൺസീവ് ആണ്, കുഴപ്പങ്ങളൊന്നും തന്നെ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരു ബഡ്ജറ്റ് ഡിവൈസിന് വേണ്ട ഒരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം. ഇവിടെയാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നത്. ഇതിനകത്ത് MIUI അല്ല ആക്ച്വലി, ഇതിനകത്ത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. ഇൻഫാക്ട് ആൻഡ്രോയിഡ് ഗോ എഡിഷനാണ് വരുന്നത്. അപ്പോൾ അത് കണ്ടില്ലേ, നമുക്ക് വളരെ സ്റ്റോക്ക് UI ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു റെസ്പോൺസീവ് UI ആണ്. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു ഹെവി UI കൊടുക്കുമ്പോൾ ഒബ്വിയസ്ലി ഇത് സ്ലോ ഡൗൺ ആകും. പക്ഷേ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമുക്ക് എന്താ പറയുക, സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ് വരുന്നത്. ഓൾമോസ്റ്റ് ലൈക്ക് സ്റ്റോക്ക് എക്സ്പീരിയൻസ്. ഈവൻ നോട്ടിഫിക്കേഷൻ ടോഗിൾസ് കണ്ടാലും കണ്ടില്ല, നിങ്ങൾക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ് വരുന്നത്. അപ്പോൾ ഈവൻ ആപ്പ് ഡ്രോർ നോക്കിയാലും കണ്ടില്ലേ, സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ്. സെറ്റിംഗ്സ് പാനലിലും സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. അപ്പോൾ കാര്യമായൊരു ചേഞ്ചൊന്നും ഇല്ല. നമ്മുടെ റെഗുലർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് തന്നെ വരുന്നത്. ഡാർക്ക് തീം ഉണ്ട്, നൈറ്റ് മോഡ് ഉണ്ട്, പിന്നെ തീം സപ്പോർട്ട് ഉണ്ട് കേട്ടോ. അത് ഒരു ബേസിക് എക്സ്പീരിയൻസേ ഉള്ളൂ, ഒരുപാടൊന്നും നമുക്ക് എക്സ്പെക്റ്റും ചെയ്യാൻ പറ്റില്ല എന്നല്ലേ. ചെറിയ വാൾപേപ്പർ ചേഞ്ചസോ അങ്ങനത്തെയൊക്കെ നമുക്കിവിടെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് വരുന്നത് എന്താ പറയുക, UI എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയാൻ ഗോ എഡിഷനാണ്. ഇത് സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സും ആൻഡ്രോയിഡ് വേർഷനും കൂടെ കാണിച്ചു തരാം. സിസ്റ്റം നിങ്ങൾക്ക് കാണാം, ആൻഡ്രോയിഡ് 13 ഉണ്ട് ഡെഫിനറ്റ്ലി.
അതൊരു നല്ല ഫീച്ചറാണ്. കാരണം ഇപ്പോൾ ഇറങ്ങണ ഇവൻ പല ബഡ്ജറ്റ് ഫോണിലും ആൻഡ്രോയിഡ് 12 ആണ്. അപ്പോൾ ആൻഡ്രോയിഡ് 13 ഉണ്ട്. ലേറ്റസ്റ്റ് സെക്യൂരിറ്റി പാച്ച് ഫെബ്രുവരിയാണ്. അത് വലിയ കുഴപ്പമില്ല. എങ്കിലും അത്യാവശ്യം നല്ല ഒരു ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് കിട്ടും. ഏറ്റവും ലേറ്റസ്റ്റ് കിട്ടുന്നത് ആൻഡ്രോയിഡ് 13 ഗോ എഡീഷനാണ് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ജസ്റ്റ് സപ്പോർട്ടൊക്കെ ഉണ്ട്, നമുക്ക് ആവശ്യമുള്ള ബേസിക് ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. അതേപോലെ ഡിജിറ്റൽ വെൽബീയിങ്, പാരന്റൽ കൺട്രോൾസ്, സേഫ്റ്റി എമർജൻസി, പിന്നെ നമുക്ക് പാസ്വേഡ് പിൻ ഉണ്ട്, അതേപോലെ ഫിംഗർ പ്രിൻറ്റ് സെൻസറുണ്ട്. അപ്പോൾ ബേസിക് സെക്യൂരിറ്റി ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. നല്ലൊരു റെസ്പോൺസീവ് ആണ്. ഇത്രയും ഞാൻ റെസ്പോൺസീവായി പ്രതീക്ഷിച്ചില്ല. കാരണം എന്താ വെച്ചാൽ ഹീലിയോ G36 അത്ര ഒരു പവർഫുൾ ഡിവൈസ് അല്ലല്ലോ. പക്ഷേ ഇവിടെ നല്ലൊരു റെസ്പോൺസീവ് UI ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻഡ്രോയിഡ് 13 ഗോ എഡീഷൻ. കണ്ടില്ലേ, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ബഡ്ജറ്റ് ഡിവൈസാണ് നമ്മൾ കൺസിഡർ ചെയ്യണം. അതും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ എനിക്കൊന്നും കുഴപ്പമില്ല. പിന്നെ അധികം ബ്ലോട്ട്വെയർസ് ഒന്നുമില്ല, 1-2 ഉള്ളൂ. നെറ്റ്ഫ്ലിക്സ് ഇൻക്ലൂഡഡ് ആണ്, സ്പോട്ടിഫൈ ഉണ്ട്. ബാക്കി എനിക്ക് തോന്നുന്നു വേറെ ബ്ലോട്ട്വെയർസ് ഒന്നും തന്നെ ഇല്ല. വളരെ ക്ലീൻ UI ആണ് വരുന്നത്. അപ്പോൾ ബാക്കി കണ്ടില്ല, ഇവിടെ ഷെയർ മീയും കൂടി ഉണ്ട്. അത് ബാക്കിയെല്ലാം തന്നെ ആൻഡ്രോയിഡിൻ്റെ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ UI ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു ഡെഫിനറ്റ്ലി നല്ല ആസ്പെക്റ്റാണ്. കാരണം സ്ലോ ഡൗൺ ആവില്ല എന്നുള്ളൊരു വേറെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ ആൻഡ്രോയിഡ് ഗോ എഡീഷൻ 13 ആണ് വരുന്നത്. ഇത് നമുക്ക് ക്യാമറയിലോട്ട് പോകാം. ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു 8 MP റിയർ ക്യാമറയും 5 MP ഫ്രണ്ട് ക്യാമറയും. വീഡിയോ റെക്കോർഡിംഗ് നമുക്ക് എത്രയുണ്ട് നോക്കാം. 1080p 30 FPS ഉണ്ട്. നല്ലൊരു ഫീച്ചറാണ്. കാരണം ബഡ്ജറ്റ് ഡിവൈസിൽ ചിലപ്പോൾ 720 ആവാറുണ്ട്. ഇവിടെ അതില്ല. ഇവിടെ നമുക്ക് പിന്നെ ബാക്കി ഓപ്ഷൻ ഷോർട്ട് വീഡിയോ, ടൈം ലാപ്സ്, ഫോട്ടോ, പോർട്രേറ്റ് മോഡ് മാത്രമേ ഉള്ളൂ. പിന്നെ സെൽഫി ക്യാമറയാണ് 5 MP. അപ്പോൾ നമുക്ക് വളരെ ക്വിക്കായിട്ട് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതെല്ലാം പോക്കോ C51 എടുത്ത ക്യാമറ സാമ്പിൾസ്. ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു ബേസിക് എൻട്രി ലെവൽ സ്മാർട്ട് ഫോണിന് വേണ്ട ഒരു ബേസിക് എബിലിറ്റീസൊക്കെ പോക്കോ C51 കൊടുത്തിട്ടുണ്ട്. ഈ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 5000 mAh കപ്പാസിറ്റി, ലാർജ് കപ്പാസിറ്റി ബാറ്ററിയാണ്. അതേപോലെ തന്നെ നമുക്ക് 10 watt ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. 10 watt ചാർജർ ഒബ്വിയസ്ലി നല്ല ടൈം എടുക്കും. അറൗണ്ട് 2.5 hours എയർ എടുക്കും ചാർജ് ചെയ്യാൻ. പക്ഷേ നമുക്ക് ഒരു 7000-8000 രൂപേൻ്റെ ഫോണിന് അതിൽ കൂടുതൽ നമുക്ക് സാധാരണ അതിലേക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ചാർജിങ് സ്പീഡ് തന്നെയാണ് ഇവിടെയും വരുന്നത്. പിന്നെ നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. അതേപോലെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് ഡെഫിനറ്റ്ലി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു പോക്കോ C51 അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. അപ്പോൾ ഈ ഡിവൈസിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് സമ്മറൈസ് ചെയ്യണമെങ്കിൽ നല്ല ആസ്പെക്ട് എന്താ വെച്ചാൽ നല്ലൊരു ഡിസൈനാണ്, നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, അതുപോലെ ഫിറ്റ് ആൻഡ് ഫിനിഷും കൊള്ളാം. ഡിസ്പ്ലേ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ ആണ്. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എല്ലാം ആൻഡ്രോയിഡ് 13 ഗോ എഡീഷൻ്റെ ഡീസൻറ്റ് പെർഫോമൻസ് വരുന്നുണ്ട്, ഡീസൻറ്റ് ക്യാമറ എക്സ്പീരിയൻസ്, ലാർജ് കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്. അപ്പോൾ പ്രൈസിന് എനിക്കൊന്നും കുഴപ്പമില്ല. പക്ഷേ ഒരേ ഒരു മേജർ പ്രോബ്ലമാണ് എനിക്ക് കണ്ടത്, മൈക്രോ USB പോർട്ടാണെന്നുള്ളത്. അതൊരു ഡെഫിനറ്റ്ലി ഒരു ബിഗ് ഡൗൺ സൈഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ബാക്കി എല്ലാം കൊണ്ടും തന്നെ നല്ലൊരു ഡിവൈസാണ്. അപ്പോൾ മൈക്രോ USB അത്ര ഒരു പ്രോബ്ലം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എൻട്രി ലെവൽ ഡിവൈസായിട്ട് ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് പോക്കോ C51. അപ്പോൾ ഇതായിരുന്നു പോക്കോ C51 അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നത്. ഇതൊരു പ്രൈസ് അനൗൺസ് ചെയ്യുമ്പോൾ ഞാൻ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ടൈറ്റിലോ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.